ഹലോ. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾക്ക് പെസഹ വ്യാഴമാണ്. അപ്പോൾ അത് പ്രമാണിച്ച് തന്നെ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പെസഹ അപ്പമാണ്. ഇത് ഞങ്ങളുടെ അങ്കമാലിക്കാരുടെ സ്റ്റൈല് എണ്ണയിൽ മൊരിയിച്ചെടുത്ത് നല്ല തേങ്ങയും ഉള്ളിയൊക്കെയും മൊരിയിച്ച് വറുത്തിട്ട് പെസഹ അപ്പം. എൻ്റെ കയ്യിൽ ചുവന്നുള്ളി ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതിന് പകരം ഞാൻ സവാളയാണ് ഇവിടെ എടുത്തേക്കുന്നത്. ഉള്ളി ഇടുന്ന അത്ര അങ്ങ് ടേസ്റ്റ് വരില്ലെങ്കിലും ടേസ്റ്റ് ഉണ്ട്. സാധനം ഫ്ലോപ്പല്ല. എല്ലാ വർഷവും സവാള വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കാറ്. ഞാനിവിടെ ഒരു സവാള എടുത്തിട്ടുണ്ട് ഏകദേശം. ഞാനതിനെ ഫുൾ നീളമുള്ള സ്ലൈസ് ആക്കാതെ അതിനൊരു മൂന്നായിട്ടൊന്ന് ചെറുതാക്കിയിട്ട് ആ ഒരു വലുപ്പത്തിലാണ് സ്ലൈസ് ചെയ്തേക്കുന്നത്. അതാകുമ്പോൾ നമ്മൾ മൊരിയിച്ചെടുക്കുമ്പോൾ കുറച്ച് നന്നായിട്ട് ഇങ്ങനെ ചെറുതായി കിടന്നോളും. പിന്നെ എൻ്റെ കയ്യിൽ തേങ്ങ ഉണ്ടായിരുന്നു. തേങ്ങാക്കൊത്ത് ഞാനാണെന്നുണ്ടെങ്കിൽ ഫ്രോസണാണ്. അപ്പോൾ അതിനൊന്ന് പയ്യെ ചൂടാക്കി, കുറച്ച് വലിയ കഷ്ണങ്ങളായിരുന്നു, അപ്പോൾ അതിനൊന്ന് ചെറുതാക്കി ഒന്ന് അരിഞ്ഞൊക്കെ എടുത്തു. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും നമ്മൾ എണ്ണയിൽ നന്നായിട്ട് മൊരിയിച്ചെടുക്കണം. ശരിക്കും ഇതിൻ്റെ ആ എണ്ണയിൽ മൊരിയിച്ച ഫ്ലേവറും പിന്നെ നമ്മൾ തേങ്ങ കടിക്കുമ്പോഴുള്ള ഒരു ക്രിസ്പിനെസ്സും ഇതെല്ലാം കൂടിയാണ് ശരിക്കും ആ അപ്പത്തിൻ്റെ ഒരു വെറൈറ്റി എന്ന് പറയുന്നത്. കുറേ സ്ഥലങ്ങളിൽ നമ്മൾ ഇൻറ്റേറിയപ്പം എന്ന് പറയും, ഞങ്ങളിതിനെ കൽത്തപ്പം എന്ന് പറയും. വേറെ എന്തൊക്കെ പേരുകളുണ്ടെന്നുള്ളത് ഞാൻ ഒരുപാട് കേട്ടിട്ടില്ല. ഇത് രണ്ടാണ് മെയിനായിട്ട് കേട്ടേക്കുന്നത്. വേറെ എന്തെങ്കിലും പേരുകൾ നിങ്ങൾക്ക് ഫാമിലിയർ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുന്നത്. അപ്പം ഞങ്ങളിതിനെ കൽത്തപ്പം എന്ന് പറയും. കൽത്തപ്പം എന്ന് പറയുന്നത് നമ്മൾ എണ്ണയിൽ മൊരിയിച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇത് 2 ദിവസം 3 ദിവസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ശരിക്കും ഇത് കല്ല് പോലെ ആയി വരും കേട്ടോ. അപ്പം നമുക്ക് ഈവനിങ് കാപ്പിയുടെയൊക്കെ കൂടെ സ്നാക്സ് പോലെ നമ്മുടെ റസ്കൊക്കെ പോലെ കടിച്ച് തിന്നും. അതാണ് ഏകദേശം ഇതിൻ്റെ ഒരു പരുവം. ഇതിരിക്കും തോറും മുറുകി വരും കേട്ടോ ശരിക്കും. അങ്ങനെ അപ്പോൾ ഞാനിതെല്ലാം അരിഞ്ഞെടുത്തിട്ട് ഞാനാണെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിലല്ല ഞാനിപ്പോൾ വറുത്തത്. ശരിക്കും വെളിച്ചെണ്ണയിൽ വറുക്കുവാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. പക്ഷേ വെളിച്ചെണ്ണയിൽ വറുത്ത് പിന്നെ ഞാനത് ഇടാറാകുമ്പോഴേക്കും അത് കുറച്ച് കട്ടിയായിപ്പോകും, കാരണം ചെറിയൊരു തണുപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ എണ്ണയിലാണ് ഞാൻ വറുത്തെടുത്തത്. എല്ലാ സാധനങ്ങളും ഞാൻ തേങ്ങയാണെങ്കിലും സവാളയാണെങ്കിലും എണ്ണയിൽ വറുത്തെടുത്തു. തേങ്ങ ഒരുപാട് കരിയിച്ച് അങ്ങോട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഏകദേശം ഒരു ബ്രൗൺ ആയി തുടങ്ങുമ്പോൾ പയ്യൊന്ന് തീ കുറച്ചിട്ട് ഇതാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ഒരുപാട് കരിയാണ്ട് കിട്ടും. പിന്നെ പയ്യെ ശരിക്കും ബ്രൗണായി തുടങ്ങി കഴിയുമ്പോൾ ശരിക്കും തീ അങ്ങ് ഓഫ് ചെയ്തിട്ട് നമ്മളതൊക്കെ കോരിയെടുക്കുമ്പോഴേക്കും എടുത്ത് വരുമ്പോഴേക്കും ശരിക്കും അത് കറക്റ്റ് പരിവാവും. സവാളയാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ അവസാനം കറുത്ത് വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കത്തിക്കരിഞ്ഞു പോകും. കാരണം ആ പാത്രത്തിൻ്റെ ചൂട് കൊണ്ടും അത് ഏകദേശം ഒന്നുകൂടെ ഒന്ന് മൊരിഞ്ഞു വരും. അപ്പോൾ അത്യാവശ്യം ഒരു ചെറിയ ബ്രൗൺ മൊരിഞ്ഞൊന്ന് തോന്നി തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് കോരി തുടങ്ങുവാണെങ്കിൽ കോരി തീരാറാകുമ്പോഴേക്കും ഏകദേശം സെറ്റായിട്ടുണ്ടാവും. ഞാനെല്ലാവരും അരിഞ്ഞ് വറുത്ത് എല്ലാം സെറ്റാക്കി എടുത്തു. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനാണെന്നുണ്ടെങ്കിൽ തലേ ദിവസം ഉഴുന്നും അരിയും പച്ചരി, ഞാൻ ഇഡലി അരിയാണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. രണ്ടും ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എടുത്തേക്കുന്നത് അരി 1 കപ്പ് അരിയും 1/2 കപ്പ് ഉഴുന്ന് മുഴുവൻ ഉഴുന്നാണ് എടുത്തേക്കുന്നത്, ഫുള്ളായിട്ടുള്ളത്. മറ്റേ പകുതി ഉഴുന്ന് എടുക്കുമ്പോൾ അതിൻ്റെ ചെറിയൊരു വ്യത്യാസം ഉണ്ട്, അളവ് എനിക്കറിയില്ല. ഞാൻ എടുക്കുമ്പോൾ അതിൻ്റെ വ്യത്യാസം എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് 1 ഗ്ലാസ് അരിയും അതിന് 1/2 ഗ്ലാസ് ഉഴുന്നുമാണ് എടുത്തേക്കുന്നത്. ഇത് ഞാൻ തലേ ദിവസം രാത്രിയും വെള്ളത്തിലിട്ട് വെച്ചുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇനിയും ഇത് അരച്ചെടുക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് പരിപാടി. അപ്പോൾ ഞാൻ അരയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് അരയ്ക്കുമ്പോൾ ഒറ്റ കാര്യം ശ്രദ്ധിക്കേണ്ടതുള്ളൂ, ഒരുപാട് വെള്ളം പോലെ നമ്മുടെ ദോശമാവ് പോലെ ഒരുപാട് ലൂസാവാൻ പാടില്ല. കാരണം നമ്മളത് പാത്രത്തിലേക്ക് ഒഴിക്കുമ്പോൾ നല്ല കട്ടിയിലാണ് നമുക്ക് കിടക്കേണ്ടത്, അല്ലെങ്കിൽ ഒഴുകി ആകെ പരന്നു പോകും. അപ്പോൾ വെള്ളം ചേർക്കുന്ന സമയത്ത് എനിക്ക് കറക്റ്റ് അങ്ങനെ അളവ് പറയാൻ അറിയില്ല. പക്ഷേ എന്നാലും ഞാൻ അത് ആഡ് ചെയ്തിട്ട് പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഇത് അരയ്ക്കുന്നതിൻ്റെ ഒപ്പം കുറച്ച് ജീരകവും, നല്ല ജീരകമാണ് ഞാൻ എടുത്തേക്കുന്നത്. അതുപോലെ ഒരു 4 ഏലക്കായും ഞാൻ ഇട്ടിട്ടുണ്ട്, ചെറിയൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. ചിലവർ ചുക്ക് ഇടുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാനിപ്പോൾ ഇട്ടിട്ടില്ല. ജീരകവും ഏലക്കായും മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അത് അരച്ചെടുത്ത് അതിനകത്തേക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന തേങ്ങയും സവാളയും എല്ലാം മിക്സ് ചെയ്ത് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിൻ്റെ പരുവം എന്ന് പറയുന്നത് ഇതുപോലെ നല്ല കട്ടിയിലിരിക്കണം. ഒരുപാട് ഒഴുകി വരാനും പാടില്ല, എന്നാൽ അത്ര നല്ല കട്ടിയിൽ ഇരിക്കാനും പാടില്ല. അതിൻ്റെയൊക്കെ ഒരു മീഡിയം പരുവം. ഇപ്പം ഞാൻ എടുത്തേക്കുന്നത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ചെറുതായിട്ട് കട്ടായിട്ട് ഇരിക്കുന്നതുകൊണ്ട് ഓൾറെഡി ഞാനത് പാനിലേക്ക് ഒഴിച്ചു. പിന്നെ അത് മെൽറ്റായി കഴിഞ്ഞു. ഇപ്പം നമ്മുടെ ആവശ്യത്തിന് ആ കയ്യിൽ വെച്ചിട്ട് അതിനകത്തേക്ക്
ഒഴിച്ചിട്ട് അതിനെ ഒന്ന് പയ്യെ ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുമ്പോൾ അതൊന്ന് ഇച്ചിരി റൗണ്ടാക്കി വന്നോളും. ഇത് ഞങ്ങളുടെ ഏബലൂട്ടൻ്റെ ഫസ്റ്റ് ഈസ്റ്ററാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുരിശ് വെച്ചപ്പോൾ ഫസ്റ്റ് കുരിശപ്പത്തിനകത്ത് ആദ്യത്തെ ഒരു ഭാഗം ഏബലിനെ വെച്ച് വേപ്പിച്ചു, രണ്ടാമത്തെ ഭാഗം ആടൻകുട്ടനെയും കൊണ്ട് വേപ്പിച്ചു. അങ്ങനെ രണ്ടുപേരും കൂടെ കുരിശ് വെച്ച് കുരിശപ്പം ഞങ്ങളുടെ റെഡിയായി. ഇനി ഇത് മറച്ചിടണ പരുവം എന്ന് പറയുന്നത് ഇപ്പോൾ ഇതിൻ്റെ സൈഡിൽ ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ ആയിട്ട് മൊരിഞ്ഞു തുടങ്ങുന്ന ഒരു ഭാഗം വരും. അതിൻ്റെ പൊക്കത്ത് ഒന്ന് പയ്യെ വെള്ളം വലിഞ്ഞു വരും. ആ സമയത്ത് നമുക്കത് മറച്ചിടാം. ഇത് മൂടി വെക്കുന്നവരുണ്ട് കേട്ടോ. എനിക്കിത് മൂടി വെച്ച് കഴിയുമ്പോൾ ആ മൂടികയിൽ നിന്ന് ആവി വെള്ളം വീണ് എണ്ണയിലേക്ക് തെറിക്കുന്ന സംഭവം ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് ഞാൻ മൂടി വെക്കാറില്ല. മൂടി വെക്കുവാണെങ്കിൽ കുറച്ചുകൂടി പൊക്കത്ത് തോന്നിട്ട് നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. അതാണ് കുറച്ചുകൂടി എളുപ്പം. പക്ഷേ എനിക്ക് പൊട്ടിത്തെറി പേടിയായതുകൊണ്ട് ആ പരിപാടി ഞാൻ ചെയ്യാറില്ല. ഇത് ഫ്ലിപ്പ് ചെയ്തിടുന്നത് തന്നെ ഒരു ടാസ്ക്കാണ്. അതും പേടിച്ച് ചെയ്യുന്നത്. എന്നാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. വലിയ അപകടമൊന്നും ഇല്ലാണ്ട് സംഭവം റെഡിയാക്കി കിട്ടി. അങ്ങനെ ഞങ്ങളുടെ കുരിശപ്പം റെഡിയായി. അങ്ങനെ എനിക്ക് 4 അപ്പം കിട്ടി. 1 ഗ്ലാസ് അരിയും 1/2 ഗ്ലാസ് ഉഴുന്നും ഞാൻ എടുത്തിട്ടാണ് 4 അപ്പം എനിക്ക് കിട്ടിയത്. ഒരുപാട് വലിയ വട്ടപ്പമൊന്നുമല്ല, എന്നാലും ഒരു മീഡിയം സൈസ് അപ്പം. അങ്ങനെ ഞങ്ങൾ രാത്രി പ്രാർത്ഥനയ്ക്ക് കഴിഞ്ഞ് അപ്പം മുറിച്ച് പാലൊക്കെ കുടിച്ചു, പെസഹ ആഘോഷിച്ചു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.